ഇരിക്കുന്ന പഴയ വയർലെസ് സ്റ്റേഷനാണ് ഇത്. അതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം ഇപ്പോൾ ഇവിടെ വർക്കിംഗ് അല്ല, താഴെ കോൺക്രീറ്റ് കെട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് വയർലെസ് സ്റ്റേഷൻ പഴയ ഇതാണ്, പണ്ട് ഇവിടെ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് സിനിമകളിലൊക്കെ ഒരുപാട് പ്രശസ്തിയായ ഒരു സ്ഥലമാണ്. ഇല വീഴ പൂഞ്ചിറ എന്നുള്ള സിനിമയിലൂടെ ഒരുപാട് ആളുകളിലേക്ക് എത്തപ്പെട്ട ഒരു സ്പോട്ടാണ് നമ്മുടെ ഇല വീഴ പൂഞ്ചിറ. പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോകുന്ന ഇലവീഴ പൂഞ്ചിറയാണ്. ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ് മുനിയറ ഈ ഇടങ്ങളിലാണ്. അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടി 2 വഴികളാണുള്ളത്. തൊടുപുഴയിൽ നിന്നും മുട്ടത്ത് നിന്നും ഇടത്തോട്ട് കാഞ്ഞാറ് വഴിയും ഈരാറ്റുപേട്ട റൂട്ടിൽ മേലുകാവ് വഴി പോകാം. നമ്മൾ പോകുന്നതെന്ന് സെലക്ട് ചെയ്യുന്നത് മേലുകാവ് വഴിയാണ്. അതാകുമ്പോൾ റബ്ബറൈസ് ടാറിങ് ഒക്കെയാണ്. കാഞ്ഞാറ് വഴി പോയി കഴിഞ്ഞാൽ വഴി അല്പം മോശമായതുകൊണ്ട് നമ്മൾ അത് വഴി ഒഴിവാക്കിയാണ് മേലുകാവ് വഴിക്കാണ് പോകുന്നത്. നമുക്ക് കൊണ്ട് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്നും പോയി ഇങ്ങോട്ട് നടന്നേ കയറാൻ സാധിക്കുള്ളൂ. വ്യൂ പോയിന്റിൽ ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് വാഹന സഞ്ചാരമില്ല. മെയിൻ റോഡിൽ നിന്നും 500 മീറ്ററാണ് ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ മുട്ടം ടൗൺ എത്തിയിട്ടുണ്ട്. തൊടുവിൽ നിന്നും 8.5 കിലോമീറ്ററാണ് മുട്ടം സിറ്റിയിലേക്ക്. ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് കാഞ്ഞാറ്. നമ്മൾ ആ വഴി പോകുന്നില്ല. നമ്മൾ നേരെ ഈരാറ്റുപേട്ട റൂട്ടിൽ കയറി ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈരാറ്റുപേട്ടയ്ക്കാണ്. നേരെ പോയി കഴിഞ്ഞാൽ പാല പോവും. നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മേലുകാവ് പോകുന്ന റൂട്ടിൽ കാഞ്ഞിരങ്കവല എന്നുള്ളൊരു കയറ്റം കയറി കഴിയുമ്പോൾ കാഞ്ഞിരങ്കവലയുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് ഇലവീഴ പൂഞ്ചിറ ആരും നിൽപ്പുണ്ട്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ലെഫ്റ്റാണ് പോകേണ്ടത്. അതായത് ഇവിടുന്ന് ലെഫ്റ്റ് ഇലവീഴ പൂഞ്ചിറ നേരെ പോയി കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ലാണ്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി റബ്ബറൈസ്ഡ് ടാറിങ്ങാണ്. പുതിയ ടാറിങ്ങാണ്. നല്ല കൈവരികളൊക്കെ പിടിപ്പിച്ച് നമുക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു സീനറിയൊക്കെ ഫീൽ ചെയ്യും. നല്ല അടിപൊളി വഴിയാണ്. എല്ലാവരും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോവുക. നല്ലൊരു വൈബ് ഫോട്ടോയും എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ. ഇവിടെ കയറി കഴിയുമ്പോൾ മുനിയറയുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്ന വഴിയാണ് മുനിയറ. അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ കയറാം. ആദ്യം നമ്മൾ ഈ ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ തന്നെ മുനിയറയാണ് ആദ്യമായി കാണുന്നത്. ശേഷം വ്യൂ പോയിന്റ് താഴെയായിട്ട് തന്നെ, അതായത് മുനിയറയ്ക്ക് ശേഷം ഇലവീഴ പൂഞ്ചിറയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും തിരിച്ചിറങ്ങി വരുമ്പോൾ കാണാൻ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ വ്യൂ പോയിന്റിലെത്താൻ വേണ്ടി അവിടെ ഇത് കാഞ്ഞാറിൽ നിന്ന് വരുന്ന വഴിയും ഇതാണ് നമ്മൾ വന്ന വഴി. ഈ സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തു. ജീപ്പുകൾ സവാരിയായിട്ട് ജീപ്പും ഒരുപാടുണ്ട്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി ഒതുക്കി ശേഷം ഒരുപാട് ജീപ്പിലൊക്കെ ആളുകൾ പോകുന്നുണ്ട്. പക്ഷേ വഴി കല്ലുപാകിയ വഴികളാണ്. അപ്പോൾ ചിലവർ ജീപ്പ് സവാരി ചെയ്യുന്നുണ്ട്. അത്ര കയറ്റമല്ല. 400 മീറ്റർ ഓഫ് ഡ്രൈവിംഗ് ആണെങ്കിലും 100 മീറ്റർ നടക്കണം. നമ്മൾ നടന്നാണ് പോകുന്നത്. ജീപ്പിൽ പോകേണ്ടവർക്ക് ജീപ്പ് സവാരി ഉണ്ട്. കുറച്ച് ഒരു വണ്ടി ഇവിടെയും കയറ്റി പാർക്ക് ചെയ്യാം. നമ്മൾ നടന്നു പോകുന്നു. കാരണം ഓഫ് റോഡ് ഡ്രൈവിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കല്ല് പണ്ട് പാകിയിരുന്നതൊക്കെ ഇളകി മൊത്തം പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ജീപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ നടുവിന് പ്രശ്നമുള്ളവർക്കൊക്കെ നല്ല നടുവേദന എടുക്കും. കാരണം ചാടിയുള്ള സവാരിയാണ് ഏറ്റവും നല്ലത്. ഇതിൽ പോകുമ്പോൾ നമുക്ക് നടന്നു പോകാമെന്നുള്ളൂ. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അധികം കയറ്റമൊന്നുമില്ല. പോയി ടോപ്പിലെത്തുമ്പോഴത്തേക്ക് ആയി കഴിഞ്ഞാലും അധികം ജീപ്പ് സവാരി പോവില്ല. പഴയതുപോലെ ടോപ്പ് വരെ ജീപ്പ് സവാരി എത്താൻ സാധിക്കില്ല. കാരണം താഴെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ വണ്ടി കിടന്ന് നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ കണ്ടാൽ അറിയാം കല്ലൊക്കെ ഇളകി പോയിട്ടുണ്ട്. അപ്പം ചാടി നമുക്ക് നടന്നു പോകുന്നതിലും ഭയങ്കര ബുദ്ധിമുട്ടാവും ജീപ്പിൽ സവാരിക്ക്. ചെറിയ ജീപ്പിൽ പോകുന്നതിനായി 500 രൂപയാണ് ചാർജ്. പക്ഷേങ്കിൽ നമ്മൾ നടന്നു പോകാനായിട്ടുള്ള ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം കുലുങ്ങി പോകുമ്പോഴത്തേക്ക് നമ്മൾ നടുവിന് പ്രശ്നമുള്ളതുകൊണ്ട് അതാണ് നല്ലത്. നമ്മൾ ഈ തമിഴിൽ നിന്ന് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ താഴ്ഭാഗങ്ങൾ ഏകദേശം കാണാൻ പറ്റും. ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത് തൊടുപുഴയിൽ നിന്ന് 21 കിലോമീറ്ററാണ്. സമുദ്രനിരപ്പിൽ നിന്നും 3200 അടി ഉയരത്തിലാണ് ഈ ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കിയാൽ തന്നെ ഇലവീഴ പൂഞ്ചിറ നമുക്ക് കാണാം. നമ്മൾ മെയിൻ റോഡിൽ നിന്നും വാഹനം പോകുന്നത് കാണാം. 100 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കാനുള്ള റൂംസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്
ഒരുപാട് ഫേമസ് ആയത് ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിലൂടെയാണ്. നമ്മൾ ഏകദേശം ഒരു പകുതിയോളം ദൂരം നടന്നു കയറേണ്ടി ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ തന്നെ ലഭിക്കുന്നുണ്ട്. നല്ല ഇടിയുള്ള കാലാവസ്ഥകളിൽ ഇതിൻ്റെ ടോപ്പിലേക്ക് ആളുകളെ കയറ്റി വിടുന്നതല്ല, കാരണം ഇടി ഏറ്റവും കൂടുതൽ ഏൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ്. ജീപ്പ് സവാരി ഇവിടം വരെ നടക്കുകയുള്ളൂ. അതായത് 400 മീറ്റർ മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ നമ്മൾ നടന്ന് തന്നെ കയറേണ്ടതാണ്. കാരണം ഇവിടെ നിന്ന് മുകളിലോട്ട് വണ്ടി കയറ്റി വിടത്തില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ ആ വിദൂരതയിൽ കാണുന്ന വെളുത്ത ഭാഗം ഞണ്ടിറുക്കി വെള്ളച്ചാട്ടമാണ്. പിന്നെ ഈ കാണുന്നതാണ് തുമ്പിച്ചിമല. അതിമനോഹരമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ഏരിയയാണ് ഈ ഇലവീഴ പൂഞ്ചിറ. വ്യൂ പോയിന്റും ഇലവീഴ പൂഞ്ചിറയും നമുക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ഇലവീഴ പൂഞ്ചിറയിൽ കയറാം. ഈ ഒരു 100 മീറ്ററാണ് നമുക്ക് ഇവിടെ നിന്ന് കയറാനായിട്ടുള്ളത്. നല്ലൊരു വൈബാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അടിപൊളി ഈ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ കാണാനായിട്ട് സാധിക്കും. ഇതാണ് പുതിയ, അതായത് അധികം പഴക്കമില്ലാത്ത വയർലെസ് സ്റ്റേഷനാണിത്. നമുക്കിവിടെ കയറുമ്പോൾ അങ്ങോട്ട് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു വയർലെസ് സ്റ്റേഷനിലേക്കുള്ളത്. പഴയ വയർലെസ് സ്റ്റേഷൻ നിൽക്കുന്നത് തൊട്ട് മുകളിലായാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ കാഞ്ഞാറ് മലങ്കര ഡാം കാണാം. ഇതാണ് പഴയ വയർലെസ് സ്റ്റേഷൻ. ട്രെയിനിൻ്റെ ബോഗി പോലെ നിർമ്മിച്ചിരിക്കുന്ന പഴയ വയർലെസ് സ്റ്റേഷനാണ് ഇത്. അതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം ഇപ്പോൾ ഇവിടെ വർക്കിംഗ് അല്ല, താഴെ കോൺക്രീറ്റ് കെട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് വയർലെസ് സ്റ്റേഷൻ പഴയ ഇതാണ്, പണ്ട് ഇവിടെ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് സിനിമകളിലൊക്കെ ഒരുപാട് പ്രശസ്തിയായ ഒരു സ്ഥലമാണ്. ഇലവീഴ പൂഞ്ചിറ എന്നുള്ള സിനിമയിലൂടെ ഒരുപാട് ആളുകളിലേക്ക് എത്തപ്പെട്ട ഒരു സ്പോട്ടാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ. അതിന് തൊട്ട് ചേർന്ന് തന്നെ ഏറ്റവും ടോപ്പാണ് ഇപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിൽ നിൽക്കുന്നത്. നേരത്തെ ഇവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇവിടെയൊക്കെ ഇരുമ്പിൻ്റെ ഇതേപോലെ വേലി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് എടുത്ത് മാറ്റിയാണ്. നമ്മൾ ഇവിടെ നോക്കിയാൽ ഇതാണ് കൊടിയത്തൂർ കാഞ്ഞാറ് മലങ്കര ഡാമാണ്. ഇവിടുന്ന് വിദൂരതയിലേക്ക് നോക്കി കഴിഞ്ഞാൽ എറണാകുളം ജില്ല കാണാനായിട്ട് സാധിക്കും. ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ ഇത് ഇലവീഴ പൂഞ്ചിറ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. വളരെ പ്രസിദ്ധമായ ഒരു സ്പോട്ടാണ് ഈ ഇലവീഴ പൂഞ്ചിറ. ഇലവീഴ പൂഞ്ചിറയെ പറ്റി ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ഉള്ള ഒരു സ്പോട്ടാണ് ഇലവീഴ പൂഞ്ചിറ. ഇവിടെ കയറി വന്ന് റെസ്റ്റ് എടുക്കുക. നല്ല തണുത്ത കാറ്റും, നല്ല വെയിലാണെങ്കിൽ നല്ല വെയിലും ഉള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു മഴ കാലാവസ്ഥയിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. മഴ പെയ്യുന്ന കരുതി, പക്ഷേ പെയ്തില്ല. ഏകദേശം ഒരു 2:30 ആയപ്പോഴത്തേക്കാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അല്പം വെയിലുണ്ട്, എന്തെങ്കിലും നല്ല തണുത്ത കാറ്റും ഇവിടെയുണ്ട്. നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ലൊരു അടിപൊളി വ്യൂ ആണ്. എല്ലാവരും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ആ ദൂരെ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. നമ്മൾ കുടുംബസമേതമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇലവീഴ പൂഞ്ചിറ കാണാനായിട്ട്. കുഞ്ഞും ഉണ്ട്, പുള്ളിക്കാരൻ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ നേരത്തെ കണ്ടിറങ്ങി അങ്ങ് പോയി. ഒരുപാട് യാത്രക്കാർ വരുന്നുണ്ട്. വൈകിട്ടാണ് ഇവിടെ മെയിനായിട്ട് സൂര്യാസ്തമനം കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നത്. ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ ടവർ നിക്ഷേപിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇടിമിന്നലുള്ള ടൈമിൽ മാക്സിമം മഴയും ഇടിമിന്നലും ഉള്ളപ്പോൾ ആളുകൾ വെറുതെ വന്ന് ടൈം വേസ്റ്റാക്കി വന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥ വരരുത്. ഏറ്റവും നല്ലത് ചെറിയൊരു മഴയും ഇതേപോലെയുള്ള കാലാവസ്ഥകളിലൊക്കെയാണ് ഇവിടെ വന്ന് പോകാൻ നല്ലത്. വേനൽക്കാലം ആയി കഴിഞ്ഞാൽ പൊടിയും ചൂടും കയറി കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കും. ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് കയറി വരാൻ നല്ല പച്ചപ്പും പുല്ലും ഒക്കെ ആയി. അത് നമ്മൾ കണ്ട് ഇവിടെ നിന്ന് വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി. നേരത്തെ ഈ കാണുന്ന കടകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഒരു വിജനമായി കിടക്കുകയായിരുന്നു. നേരത്തെ ഇവിടെ ഈ കടകളില്ലായിരുന്നു, ജീപ്പും സവാരിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്ര ഫേമസ് അല്ലായിരുന്നു. ഇപ്പം വിസിറ്റേഴ്സ്, ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വന്ന് ഇവിടെ പോകുന്നുണ്ട്. ഇതാണ് ഇവിടെ തിരിച്ചിറങ്ങി. ഇത് 200 മീറ്റർ വരുമാണ് ഇലവീഴ പൂഞ്ചിറ. ഇവിടെ നിന്ന് 100 മീറ്റർ കയറി കഴിഞ്ഞാൽ ഇലവീഴ പൂഞ്ചിറ എത്തി. ഇവിടെ ഇലവീഴ പൂഞ്ചിറയിലോട്ടുള്ള ഈ വഴി ചെറിയ ഓഫ് റോഡാണ്. നടന്ന് വരാവുന്നുള്ളൂ, 100 മീറ്ററേ ഉള്ളൂ.
അപ്പോൾ ഈ എൻ്റെ സൈഡിലൂടെ വന്നു കഴിയുമ്പോൾ ഉറവയും നീരുറവ, നല്ല ശുദ്ധമായ വെള്ളം, നല്ല തണുത്ത് കുടിവെള്ളമാണത്, മലിനമാക്കരുതെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. ചുറ്റും ചേർന്ന് മരങ്ങളൊന്നും നിൽപ്പില്ല, അതുകൊണ്ടായിരിക്കാം ഇതിൽ ഇല വീഴില്ല. ഇത്രയും പൊക്കത്ത് ഇത്രയും വെള്ളവും ഒക്കെ ആയിട്ട് ഇലവീഴ പൂഞ്ചിറ. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ വ്യൂ പോയിന്റ് ടോപ്പ് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ വിസിറ്റേഷന് ആ സമയത്ത് വന്നാലും ഹോം സ്റ്റേകൾ ഒരുപാട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള മുനിയറ ഗുഹയാണ്. പുരാതനമായ മുനിയറ ഗുഹ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. റോഡ് റൈറ്റ് തിരിഞ്ഞ് ഒരു കേവ് ഉണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ്. ഓഫ് റോഡാണ്. ജീപ്പുകളും ഒരുപാട് പേര് പോകുന്നുണ്ട്. നല്ലൊരു സെറ്റാണ് സ്പോട്ടാണിത്. ഏകദേശം ഒരു 400 മീറ്റർ ഉള്ളൂ. ഇതാണ് കയറ്റം. മുറ്റിലൊക്കെ എല്ലാം മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇളകി നാശപോലായിട്ടുണ്ട്. ഇതാണ് മുനിയറ ഗുഹ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം. മഴക്കാലം ആയതുകൊണ്ട് ചെറിയ അല്പം വെള്ളമൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്പോട്ടിൽ ഇലവീഴ പൂഞ്ചിറ സ്പോട്ടിൽ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക. നല്ലൊരു വൈബാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.